ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു വൈബ്ഹുഡ്. അങ്ങനെ ഇന്ന് വീക്കെൻഡായി. അങ്ങനെ നമ്മൾ ഇന്നാളെ ശനിയാഴ്ച പോകാൻ വിചാരിച്ചു, അപ്പോൾ നടന്നില്ല. അപ്പോൾ ഞായറാഴ്ച രാത്രി നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഷാർജയിൽ പോവാണ്. ഷാർജയിൽ അൽഫറീജ് ബേക്കറി, അവിടെ സ്പെഷ്യൽ ഡിഷ് കബാബ്, മട്ടൻ കബാബ്, ചിക്കൻ കബാബ്, പിന്നെ റൊട്ടി. അങ്ങനെ നമ്മൾ നേരെ വണ്ടി എടുത്ത് ഒറ്റ മൈൻഡിൽ പോവാണ് ഷാർജയിൽ. ഓക്കെ, നമുക്കിപ്പോൾ വീഡിയോ കാണാം. ഹായ്, നമ്മുടെ സ്ഥിരം സാരഥി ഡ്രൈവർ സുഖു വരുന്നുള്ളോ? സുഖു ഇന്ന് ലാൻഡ് ചെയ്യുള്ളോ? നമ്മളെ നല്ല വിശപ്പുണ്ടെന്നാ പറയുന്നത്. നമ്മളിവിടെ ബാക്കിലുണ്ടല്ലേ ഒമ്പതേ? എല്ലാവരും സെറ്റാണ്. നീ ക്യാമറ തിന്നാൻ പോകണ്ട, വിശക്കണ്ട. അടുത്ത സിഗ്നലിന് നമുക്ക് യൂട്ടേൺ അടിച്ചതിനാൽ നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തി. ഓക്കെ, അപ്പോൾ ഡ്രൈവർ സുഖു, മുഹമ്മദ് വിശന്നിട്ട് പാവം ഇങ്ങനെ കിടന്നുറങ്ങാം. മിസ്റ്റർ അൻവർ ഭായ്. ഓക്കെ, ഇനി നമുക്ക് ചിലപ്പോൾ ഈ വീഡിയോയിൽ ഒരാളെ വരവും കൂടി എടുക്കാനുണ്ട്. നാട്ടിൽ നിന്ന് ഒരാൾ വരുന്നുണ്ടെന്ന്. അപ്പോൾ നമുക്ക് കാണാം പറ്റിയെങ്കിൽ. അതാണ് സുകേഷ് ഭായ് അല്ലേ? നമ്മള് അടുത്തുള്ള അൽഗാഫിയ പാർക്ക് സിഗ്നൽ യൂട്ടേൺ കഴിഞ്ഞിട്ടല്ലേ നമ്മളിപ്പോൾ ഇവിടെ പോകും. പക്ഷേ കുറച്ചും കൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പെട്രോൾ പമ്പ് കിട്ടും അഡ്നോക്കിന്റെ. ഓക്കെ, അവിടെ കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ കുറച്ച് മുന്നോട്ട് പോയാൽ നമുക്ക് അൽഫറീജ് ബേക്കറി. അൽഫറീജ് ബേക്കറി, അതാണ് നമ്മളുടെ ഇപ്പോൾ ലക്ഷ്യം. രണ്ടാൾക്കാർ മുമ്പിൽ പോകുന്നുണ്ട്. ഓക്കെ, ഒരു രക്ഷയില്ലാത്ത മട്ടൻ കബാബ്. മട്ടൻ കബാബ്. ഓക്കെ, മുഹമ്മദ് പോകുന്നുണ്ട്. നമ്മളെ സ്പോൺസർഷിപ്പ് മുഹമ്മദ്, എല്ലാ ആഴ്ചത്തെ സ്പോൺസർഷിപ്പ് മുഹമ്മദാണ്. അതായത് കല്യാണത്തിന് പോണവരെ ഫുൾ അവൻ്റെ ചിലവാണ്. ഓക്കെ, നമുക്ക് പോയി നോക്കാം. ഓക്കെ, ആൾബഹളം ഒച്ചപ്പാടില്ലാത്തൊരു അറബിക് റെസിഡൻഷ്യൽ ഏരിയ ആണ്. നിങ്ങൾക്ക് ദുബായ് ചോക്ലേറ്റ് വേണമെങ്കിൽ അഡ്നോക്കിൻ്റെ ഏതാണ്? മറ്റേ അഡ്നോ ക്ലാസിക്കിൻ്റെ ഉള്ളിലാണ്. അഡ്നോക്ക് ഒയാസിസിൻ്റെ ഔട്ട്ലെറ്റിലുണ്ട്. ഓക്കെ, വണ്ടിയുണ്ട്. നടക്കാൻ നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ പറയാമല്ലോ. അല്ല, നിങ്ങൾക്ക് എന്താ പറയാനല്ലേ ദുബായിൽ ഈ ജോബ് അന്വേഷിക്കാൻ വരുന്നവരെ കുറിച്ചിട്ട്? ഇല്ല, നമുക്കൊന്നും പറയാനില്ല. ഒന്ന് പറയും, നിങ്ങൾ എത്ര കൊല്ലത്തെ എക്സ്പീരിയൻസ് ദുബായിൽ? നമ്മൾ 2004 എത്തിയതാണ്. 2004 ശരിയെത്തി. ഏകദേശം 100 മീറ്റർ ഓക്കെ, അടുത്ത് തന്നെയാണ്. എന്താ പറയാനില്ല ജോബ് അന്വേഷിക്കുന്നതിനെ കുറിച്ച്? നമ്മൾ ജോബ് അന്വേഷിക്കാനല്ല വന്നത്, ഭക്ഷണം കഴിക്കാനാണ് വന്നത്. ഇപ്പോൾ ഭക്ഷണം കഴിക്കാനാണ്. ഓക്കെ, ജോബിനെ കുറിച്ച് ഭക്ഷണം എന്ന് വെച്ചാൽ വെറൈറ്റി ഭക്ഷണങ്ങൾ. എവിടെ നമുക്ക് ഇങ്ങനെ പോയിട്ട് അങ്ങനെ പോകും. എന്നാലും നമുക്ക് ഷോപ്പ് കറക്റ്റ് കാണണം. വണ്ടിയിലുണ്ട് കേട്ടോ കസ്റ്റമർ, നല്ല കസ്റ്റമർ കൂടിയാണ്. അതിന് മുന്നിൽ പാർക്കിംഗ് ഇല്ലാത്ത കാരണം നമ്മൾ കുറച്ച് ദൂരത്തിലിട്ട് ഒരു 100 മീറ്റർ. ഓക്കെ, അൽ ഫറീജ് ബേക്കറി കാണുമ്പോൾ വലിയൊരു ഇതില്ലെങ്കിൽ കസ്റ്റമർ വണ്ടികൾ വലിയ വണ്ടികളൊക്കെ ഉണ്ട്, വലിയ വലിയ വണ്ടികളുണ്ട്, കോടികൾ മതിക്കുന്ന വണ്ടികൾ എടുക്കുന്നുണ്ട് ഇവിടെ. ഓക്കെ, അൽ ഫറീജ് ബേക്കറി കാണുന്നുണ്ടോ? പെട്ടെന്ന് കയറി നിൽക്കുന്നു. क्या क्या है भाई इधर? मटन और चिकन. मटन 5 चिकन दे दो, बाकी 20 मटन दे दो. ब्लॉग है, ब्लॉग. हाय बोलो. किधर से आप? पाकिस्तान. क्या नाम है? सनाउल्लाह. 4 चिकन बाकी मटन दे दो. गाइस, इसका सब पूछा. अब बोलो क्या क्या बना रहे हैं? बोलो. मटन चिकन लाउडली बोलो. हाय. कबाब. वो क्या बना रहा है? चिकन मटन. ओके, आपका नाम क्या है? नाम क्या है? सुषमा का? हमारा नाम है मोहम्मद. इसका? अब्दुल
ഓക്കെ ശരിക്ക് കാര്യമായിട്ട് എന്തോ ചെയ്യുന്നുണ്ട്. ശരിക്കും ഇതൊന്നും ലീവ്സ് അറിയോ? ഒണിയൻ ലീവ്സാ തിന്നാൻ പറ്റുന്ന സാധനം അറിയാം. അതാ മുമ്പ് എൻ്റെ കൈ വന്നിട്ടുണ്ട്. ശരിക്കും കാര്യമായിട്ട് എന്തോ ശരിക്കും ഫുള്ള് പുളിപ്പോകുന്ന സാധനം. നല്ലതാ മുഹമ്മദ് എന്തിന് ലീവ്സ് മുഹമ്മദ് ഉണ്ടാവുള്ളൂ. തിന്നാൻ പറ്റൂലേ? ഓക്കെ ഇവിടെ ഇതിലുണ്ട് കേട്ടോ, മലയാളീസും തോന്നുന്നു ആൾക്കാരുണ്ട്. ഓക്കെ ശരിക്കും കാര്യമായിട്ട് എന്തോ ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പോൾ അവസാനം തിന്നാൻ പറ്റില്ലെന്ന് തോന്നുന്നു, പുളിപ്പിച്ച്. അല്ല അത് മതി. ആർക്കും അറിയില്ല, നമുക്കെല്ലാം റൊട്ടി നിർത്തെ. റൊട്ടി നിർത്ത സാധനം നോക്ക് എത്ര വലുത്. ഇതാണ് സാധനം, നല്ല മൊരിഞ്ഞ സാധനം. 5 ചിക്കൻ പീസ് 5 നല്ല മൊരിഞ്ഞ സാധനം. കഴിക്ക് ടിഫാസ്ക കേട്ട് ഒരു മുമ്പ് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. സലാഡ് എടുത്തിട്ട് റുമാൽ റൊട്ടിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് കബാബ് അതിൽ പിടിച്ചിട്ട് ഇതെന്ത് മൈനസാ? അതാ റിഫാസ്ക പിടിച്ച്. ഞാനിപ്പോൾ വീഡിയോ എടുത്തിട്ട് അവസാനം എനിക്ക് സാധനം ഇല്ലെന്ന് തോന്നുന്നു. ഇവരെന്നെ കഴിച്ച് തീർക്കുന്ന ഒരു സംശയം. ഓക്കെ ഇതാണ് റിഫാസ്കൻ്റെ അവസ്ഥ. കരിമ്പത്തോട്ടത്തിൽ ആന കയറിയ പോലെ ഉണ്ടില്ലെങ്കിലും ഇതും കൂടി തിന്നാൻ പറ്റിയ ഒരു തിന്നെയാണ് മാതിരി അവസ്ഥയായി. ഓക്കെ नाम क्या है आपका? नाम हसन पाकिस्तान से? ഇതാണ് നമ്മുടെ റൊട്ടി ഉണ്ടാക്കുന്ന സ്ഥലം. എല്ലാവരും മറന്ന തിരക്കിലാണ്. ഓക്കെ എല്ലാവരും തിരക്കുന്നുണ്ടാവും. നോക്കുന്നു ക്യാഷ് മാത്രം എടുക്കില്ല കേട്ടോ അവിടെ, പ്രത്യേകം ഓൺലി ക്യാഷ്, കാർഡ് എടുക്കില്ല. ഓക്കെ നമുക്ക് പോവാം. എന്താ പറയാനുള്ള ഫുഡ് കഴിച്ചിട്ട് വാ ഏയ് ഗൈസ് ഇങ്ങടോ ശരിക്കാ. ഇവിടെയാണ് കുറച്ച് ഇതില്ല വെട്ടം. അഭിപ്രായം പറയാം, അടിപൊളിയാണ്. ഞാൻ എൻ്റെ ഫസ്റ്റ് ടൈമാണ്. റിഫാസ്ക സെക്കൻഡ് ടൈം, ഞാൻ മൂന്നാമത്തെ പ്രാവശ്യം. റിഫാസ്കൻ്റെ റെഫറൻസിലാണ് നമ്മൾ ഇവിടെ എത്തിയത് ലൊക്കേഷനിൽ. മുമ്പ് ഇവിടെ ആദ്യമായിട്ടാണ്. എങ്ങനെയുണ്ട് ഫുഡ്? എങ്ങനെയുണ്ട്? അടിപൊളി. എല്ലാവരും ഇപ്പോൾ ട്രൈ ചെയ്യുക. ലൊക്കേഷൻ ഒന്ന് കറക്റ്റ് പറഞ്ഞു കൊടുക്ക്. ലൊക്കേഷൻ നമ്മുടെ ഖുറാൻ നേരെ പോരുക, നേരെ ഇങ്ങോട്ട് വരിക. ഫസ്റ്റ് സിഗ്നൽ, സെക്കൻഡ് സിഗ്നൽ യൂട്ടേൺ അടിച്ചു കഴിഞ്ഞാൽ ഈ അഡ്നോക്ക് പെട്രോൾ പമ്പ് കിട്ടും. അതിൻ്റെ ഒരു 100 മീറ്റർ തൊട്ടിപ്പുറത്ത് തന്നെയാണ് അൽഫരീജ് ബേക്കറി. അൽഫരീജ് ബേക്കറി കേട്ടോ. ലൊക്കേഷൻ വേണമെങ്കിൽ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ഇടാം. ലൊക്കേഷൻ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ പിന്നെ ചെയ്തിട്ടുണ്ട്. ഓക്കെ എല്ലാവരും വരിക. ഇങ്ങനത്തെ ഫുഡിന് നമ്മൾ ആൾക്കാർ ഓട്ടോമാറ്റിക് എത്തൂലേ. അപ്പോൾ അതിന് മാർക്കറ്റിങ്ങിന് പ്രത്യേകിച്ച് ഒരു ആവശ്യമില്ല. ജ്യൂസി ആയിട്ടുള്ള മട്ടനാണ്. ഇപ്പോൾ കഴിച്ചതിന് അറിയില്ല. ഇപ്പോൾ ഒരു ക്ലൈമറ്റ് ചെറിയൊരു ഹീറ്റിലുണ്ട്, ഹ്യൂമിഡിറ്റിയിൽ അത്ര തണുപ്പ് സമയത്ത് അറബികളെ കാണുന്നുണ്ടോ ഗൈസ്? നല്ല തിരക്കുണ്ട്. ഇത് കാണുന്നുണ്ടോയെന്ന് അറിയില്ല. കണ്ട അതിനായിട്ടുള്ള ഫുള്ള് തിരക്കുണ്ട് ഇവിടെ. ഒന്നാമത് ഫുൾ അറബിക് റെസിഡൻസ് ഏരിയയിൽ കൂടിയാണ്. തണുപ്പ് സമയത്ത് നല്ലോണം തിരക്കുണ്ടാവും ഇവിടെ.
അപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞ് തിരിച്ചു പോവാണ്. സുകേഷ് ചേട്ടൻ നാട്ടിൽ നിന്ന് വരുന്നുണ്ട്. അപ്പോൾ അവിടെ നിങ്ങൾ കിട്ടുകയാണെങ്കിൽ നമുക്ക് എടുക്കാൻ പറ്റുമോ നോക്കാം. അപ്പം കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഫ്ലൈറ്റ് ഡിലേ ആണ്. അല്ല സുകേഷ് ഭായി ഉണ്ണിയപ്പം കിട്ടുമോ? ഏത് അത് ഇപ്പുറത്തൊന്നും നല്ല കിട്ടുള്ളൂ, അവിടെ ഒന്നും ഞാൻ കിട്ടില്ല. എന്ത് പറയാം എന്തല്ലേ? സുകേഷ് ഭായി ഉണ്ണിയപ്പം കൊണ്ടുവരുന്നു പറയണ്ടായിരുന്നു. സുകേഷിൻ്റെ ഉണ്ണിയപ്പം വരുന്നുണ്ട് നോക്കാം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ എടുക്കാം. ഓക്കെ, അപ്പോൾ ഈ ആഴ്ച ആരൊക്കെ ഇവിടെ വിസിറ്റ് ചെയ്യുന്നവർ കമൻറ്റിലായിരിക്കും. ഓക്കെ, വിസിറ്റ് ചെയ്തവരും ഇനി ചെയ്യാൻ പോകുന്നവരും. എൻ്റെ ഒരു അഭിപ്രായത്തിൽ മാസത്തിൽ 1 അല്ലെങ്കിൽ 2 മാസം കൂടുമ്പോഴൊന്നും ഈ ഒരു കബാബ് വയ്ക്കണം. ഓക്കെ, കാരണം അത്രയ്ക്ക് ടേസ്റ്റാണ്, ജ്യൂസിയാണ്. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമുക്കൊരു ഇവിടെ വണ്ടി കാണാൻ കിട്ടി. നല്ല അടിപൊളി ഒരു ക്ലാസിക് ലുക്കിലെ വണ്ടി, നിസ്സാൻ. ഏത് മോഡലെന്ന് അറിയില്ല, പക്ഷേ നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഇതാണ് നമ്മളെ പേടകം, ഷഹീർഖാൻ്റെ. ഷഹീർഖ 10-12 കൊല്ലമായി തോന്നുന്നു ഈ വണ്ടി എടുത്തിട്ട്. ഇവിടെ വന്നിട്ട് പ്രവാസിയായതിനു ശേഷം ഫാമിലി ഉണ്ടാകുമ്പോഴേക്കൊരു സ്വന്തം വണ്ടി എന്തായാലും നിർബന്ധമാണ്. അപ്പോൾ ആ സമയത്ത് എടുത്തൊരു വണ്ടിയാണ്. മൂപ്പരിവിടെ വന്നിട്ട് 10-20 കൊല്ലം കഴിഞ്ഞെന്ന് തോന്നുന്നു. 2004 അപ്പോൾ വന്നാണ്. ഞാനൊക്കെ അപ്പോൾ 5 വയസ്സ് 6 വയസ്സെന്ന് തോന്നുന്നു എനിക്കെല്ലാം. ആ സമയത്ത് വന്നതാണ്. ഇതാണ് നമ്മുടെ ആ മുത്ത് ഷഹീർഖ. ആളടിപൊളിയാണ്. നമ്മളെ നമ്മളൊരു പവറാണ്, മൊത്തം പറഞ്ഞാൽ നമ്മളൊരു പവർ, അത്ര പറയാമല്ലോ. നമ്മൾ തെറ്റ് ചെയ്താൽ ചൂണ്ടിക്കാണിക്കാനുള്ള ഒരാൾ. ഓക്കെ, 12 മുതൽ അല്ലല്ല 10:30 ലാൻഡ് ചെയ്യും. 10:30 ലാൻഡ് ചെയ്യുന്ന കുറച്ച് ആൾക്കാർ അവിടെ നിൽക്കണ്ടായിരുന്നു. അവസാനമായിട്ട് നമ്മൾ ഒരു ചായ കുടിക്കാൻ പോവാം അല്ലേ? ചായ കുടിക്കാം. നമ്മുടെ സ്ഥിരം ചായക്കടയായ കാശ്മീരിലേക്ക് തന്നെ പോവാം. അൽ കാശ്മീർ. ഒരു ചായ കുടിച്ചാലോ? നിങ്ങൾക്ക് ഏതുണ്ട്? കട്ടണോ ഫുൾ ഓപ്ഷനോ? നമ്മൾ സ്ഥിരം ചായ കുടിക്കുന്ന ഒരു സ്ഥലമാണ് അൽ കാശ്മീർ. 24 മണിക്കൂറാണ് കേട്ടോ. ഇല്ല, ഇപ്പൊ 24 മണിക്കൂറല്ല. ഇപ്പൊ 3 മണി വരെയാണ്. രാത്രി 6 മുതൽ 3 മണി വരെ. കാലത്ത് 6 മുതൽ നമ്മൾ സ്ഥിരമായിട്ട്. ചായ അല്ലേ? യെസ്, ചായ. നിങ്ങൾക്ക് ചായ അല്ലേ? എനിക്കെന്താ? മിന്റ്. എനിക്ക് മിന്റ് എടുത്തോ. മിന്റ് ഫുൾ ഓപ്ഷൻ. ഇത് നമ്മളെ ചായ പയ്യൻ. ഇതുകൊണ്ടോ ചായ ഉണ്ടോ? എടാ 2 ഒരു ഫുൾ ഓപ്ഷൻ, 2 മിന്റ്, ഒരു കട്ടിങ്. ഓക്കേ, ഈ 2 ആൾക്കാർ ഇവിടെ വിളിക്കുന്നുണ്ട് കേട്ടോ. വേറെ 1 മണിക്കൂറായി വിളിക്കാൻ തുടങ്ങിയിട്ട്. ആരെ വിളിക്കുന്നതെന്ന് അറിയില്ല. അതായത് നമ്മളെ അർബാബാണ്. മൂപ്പർക്ക് ഒരു ടൈപ്പിംഗ് സെൻ്റർ ഉണ്ട് കേട്ടോ. അത് നമ്മൾ ഒരു ദിവസം വീഡിയോ പ്രത്യേകിച്ച് ചെയ്യുന്നതാണ് ഇൻഷാ അല്ലാ അല്ലേ? പൊളിക്കാം. നമ്മളെ ഇതെന്താണ്, വീടിൻ്റെ മുറ്റം എന്ന് പറയാം. കണ്ടോ, നൈറ്റ് ഇത്ര തിരക്കുണ്ട് ഇവിടെ. ഓക്കെ, എന്തല്ല മാച്ച് എന്തിന്? ഇതെല്ലാം മൈക്കുള്ള ടീം, എല്ലാം മൈക്കുകളാ. അതുകൊണ്ട് നിങ്ങൾ ജനറൽ കണ്ടില്ലല്ലോ ഒന്നുള്ളൂ. കാസർഗോഡോ? കാസർഗോഡിലെവിടെ? കാസർഗോഡിലെവിടെ? അല്ല, കാസർഗോഡിലെവിടെ? മഞ്ചേശ്വരാണ്. മൈക്കാലത്തേമാ ഇനി. ഓ, എന്തല്ല ബാഗിൽ എന്തില്ല കൂടെ കൊണ്ടേ? ഇതെല്ലാം ഇട്ടാണ്. എന്തിനെ
കളിക്കാൻ വേണോ യെസ് ಎಲ್ಲರೂ ಪಾಕಿಸ್ತಾನ ವಿನ್ ಔಡಿಸೋಳ್ಳೋರು ಆತುರತ್ಲಿದ್ದಾರೆ ಇಂಡಿಯಾ ഇതില് ഫുള്ള് പൈസ ഫുള്ള് ദിർഹംസ് നീ ഇവിടെ പോണ്ടേ കളിക്കുക ഫുള്ള് ദിർഹംസ് വിൽക്കും ഫുള്ള് ഡോളർ ആകും ഇതാണ് നമ്മളെ റൂമിലേക്കുള്ള വഴി എല്ലാ ആൾക്കാരുടെ വെയിറ്റിംഗ് ആണ് പോലെ ആ വെയിറ്റിംഗ് ആണ് എല്ലാവരും ഷാർജ പോയിട്ട് നേരെ പോയി കളിയെല്ലാം കണ്ടിട്ട് വന്നു ബിൽഡിങ് ഇപ്പോൾ പണി നടക്കുന്നുണ്ട് ഒരാൾ വേറെ ടീം വരുന്നുണ്ടെന്ന് പറഞ്ഞാണ് പോയി ഓക്കെ അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഗൈസ് ഓക്കെ